ഹലോ പ്ലീസ് ഡോണ്ട് സ്ക്രോൾ. നിങ്ങൾ ഫസ്റ്റ് കണ്ട വീഡിയോ എന്ന് എൻ്റെ മോൻ NICU കിടന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ്. സോ ഞാൻ ഇനീഷ്യലി കാണിച്ച പീഡിയാട്രീഷ്യൻ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാനീ പറയുന്നത്. എൻ്റെ മോൻ ജനിച്ച സമയത്ത് എൻ്റെ മോൻ്റെ മുഖത്തും കണ്ണിലും ചെസ്റ്റിലൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ചൊരു നല്ല യെല്ലോ കളർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മോന് ബിലിറുബിൻ കുറച്ച് കൂടുതലുണ്ട്, പക്ഷേ അത് ന്യൂ ബോൺസിൻ്റെ കേസിൽ കോമൺ ആണ്, ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് നോർമൽ ഡെലിവറി കഴിഞ്ഞവർ ഡിസ്ചാർജ് ചെയ്ത പോലെ തന്നെ എന്നെയും 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. സോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞാൽ മോനെ ഒന്ന് ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോകണം. അങ്ങനെ ഞങ്ങളുടെ ഡിസ്ചാർജ് വെയിറ്റ് എന്ന് പറയുന്നത് മോൻ്റെ 2.6 ആയിരുന്നു. മോൻ്റെ ബർത്ത് വെയിറ്റ് 2.8 ഉണ്ടായിരുന്നു. സോ ഈ 3 ദിവസം കഴിഞ്ഞ് മോനെ ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൻ്റെ വെയിറ്റ് 2.4 ആയി കുറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഇത്രയും വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. സോ ബ്രസ്റ്റ് ഫീഡിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഫീഡ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഒരു ലാക്ടോഡക്സ് പൗഡർ എഴുതി തന്നു. അങ്ങനെ അന്ന് ഈവനിങ് തന്നെ ഞാനിത് മോന് കൊടുത്തു. മോൻ ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു. പിന്നെ ആൾ ഭയങ്കര കരച്ചിലും ഒരു ഡിസ്കംഫർട്ടൊക്കെ കാണിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മോന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം നേഴ്സ് ഡോക്ടറിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു മോന് മേ ബി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഡിസ്കംഫർട്ടൊക്കെ കാണിക്കുന്നത്. സോ നെക്സ്റ്റ് ഡേ OPയിൽ വന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അത് മാറ്റി എഴുതി തരാം എന്ന് പറഞ്ഞു. ഒരു ഫുൾ ഒരു ക്യാൻ ലാക്ടോഡക്സ് വാങ്ങിച്ചതിന് ശേഷമാണ് അവരിത് പറയുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത്ര ശരിയല്ല എന്നെനിക്ക് തോന്നി. ഒരു മദേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ വേണേൽ പറയാം. കാരണം ഡോക്ടർ പിന്നെയും ബിലിറുബിൻ ടെസ്റ്റിന് എഴുതിയില്ല, വേറെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല, കുഞ്ഞിന് വെയിൽ പോലും കൊള്ളിക്കരുത് കാരണം സോഡിയം കൗണ്ട് ഇറങ്ങിപ്പോകും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ ഇതിലൊരു വിശ്വാസം ഇല്ലാതെ ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിനടുത്തുള്ള വേറൊരു പീഡിയാട്രീഷ്യനെ കൊണ്ടുപോയി കാണിച്ചു. ആ ഡോക്ടർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, എന്നെപ്പോലും കുഞ്ഞിൽ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടറാണ്. പിന്നെ ആ ഡോക്ടറിനെ അങ്ങനെ നെക്സ്റ്റ് ഡേ കൊണ്ടുപോയി കാണിച്ചു. അപ്പം തന്നെ ഡോക്ടർ ബിലിറുബിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ 15 ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇത് ബോർഡർ ലൈൻ ആണ്. പിന്നെ അതേപോലെ അവിടെ നിന്ന് വെയിറ്റും ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിന് 2.6 kg തന്നെ ഉണ്ടായിരുന്നു. സോ 2.4 എന്നുള്ളതും ഒരു കള്ളത്തരമായിരുന്നു. പിന്നെ മോന് ഇവിടുന്ന് പീഡിയാട്രീഷ്യൻ ആ ഡോക്ടർ പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ഡേ ഒന്നുകൂടെ ഒന്ന് നോക്കാം. സപ്പോസ് അത് 15 തന്നെ നിൽക്കുവാണ് അല്ലെങ്കിൽ അത് കുറയുവാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ 15 അത് കൂടുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ പോയി ബിലിറുബിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 15.4 ആയി, ഇച്ചിരി കൂടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യേണ്ട, നമുക്കിത് വേഴ്സ് ആക്കാൻ കാത്തു നിൽക്കുക വേണ്ട, നമുക്ക് അന്ന് തന്നെ കുഞ്ഞിനെ NICUയിൽ അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. സോ അന്ന് അങ്ങനെ തന്നെ മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇവിടുത്തെ NICUയിൽ നേഴ്സ് ഉണ്ടാവില്ല, നമ്മൾ തന്നെ നിൽക്കണം. സോ അങ്ങനെ 8 ദിവസം ഡെലിവറി കഴിഞ്ഞിട്ട് 8 ദിവസം ആയപ്പോഴാണ് മോനെ ഇങ്ങനെ കിടത്തേണ്ടി വരുന്നത്. സോ ഈ ഒരു 8 ദിവസം കൊണ്ട് തന്നെ അവൻ എടുത്ത് നടന്നിട്ട് നമ്മുടെ എടുക്കുമ്പോൾ ആ ഒരു കംഫർട്ടൊക്കെ അവൻ അറിഞ്ഞു കഴിഞ്ഞു. സോ അത് കഴിഞ്ഞ് NICUയിൽ ഈ ബോക്സിൽ കൊണ്ടുപോയി കിടത്തുമ്പോൾ അവൻ കിടക്കാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല, ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളും തന്നെയായിരുന്നു. സോ അങ്ങനെ അവൻ്റെ ആ ഒരുപാട് ഡിസ്കംഫർട്ടും എല്ലാ സൈറ്റ്സ് തന്നെ നമുക്ക് അവനെ NICUയിൽ ഇങ്ങനെ കിടത്തേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ എല്ലാ 2 hours അവനെ ഫീഡ് ചെയ്യുമായിരുന്നു. സോ എനിക്കും 3-4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. സോ അവിടെ നിന്നും ഇരുന്നും ഒക്കെ തന്നെ ആ ഒരു 24 hours അവൻ്റെ കൂടെ നിന്നു. സോ 24 hours കഴിഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ ബിലിറുബിൻ കൗണ്ട് 10.5 ആയിരുന്നു. പിന്നെ അങ്ങനെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് തന്നെ അന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് 24 hours ശേഷം ഡിസ്ചാർജ് ആവാൻ പറ്റി. ഇപ്പോൾ വിത്ത് ഗോഡ്സ് ഗ്രേസ് അവൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. പക്ഷേ ഇത് എല്ലാ പാരൻസിനോടും എനിക്കുള്ള റിക്വസ്റ്റ് ആണ്. സോ ഇൻ കേസ് ഇഫ് യു ഫീൽ ദ ഡോക്ടർ ഓർ ദ ട്രീറ്റ്മെൻറ്റ് ഇസ് നോട്ട് ഗുഡ്, കൺസൾട്ട് എ ഡിഫറെൻറ്റ് വൺ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.